ഹായ് ഗൈസ്. സ്നേഹനെ ഞാൻ ഈ വീഡിയോയിൽ പിടിച്ചെടുത്താൻ കാരണം ഈ കൃഷ്ണകുമാർ ഫാമിലിയെ കുറിച്ചുള്ള പഴയ ഡീറ്റെയിൽസ് മുതൽ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ കീനായിട്ട് വാച്ച് ചെയ്ത് അവരെ അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സ്നേഹമായത്. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ അങ്ങനെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പണ്ടത്തെ ലവ് ലെറ്റർ സൈബർ ബുള്ളിങ് സാധനത്തിനൊക്കെ ചോദിച്ച സമയത്തൊക്കെ സ്നേഹം അങ്ങനെ തത്ത പറയുന്നത് പോലെ സ്കൂളിലും കോളേജിലും കൂടി ഇത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അവരുടെ ഫാമിലിനെ കുറിച്ച് പഠിച്ചത്ര. ഞാൻ ഇന്നലെ കണ്ടത് സിന്ധു കൃഷ്ണ പറഞ്ഞത് അവരെ ഫാമിലി അനലൈസ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. സത്യം നമ്മളെ പോലുള്ളവരുണ്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ട് വർഷങ്ങളായി പിന്നാലെ നടക്കുന്ന കുറച്ച് ആൾക്കാര്. ആൾക്കാരൊക്കെ ഓർമ്മ ഈ ഓർമ്മ പോലും ഇല്ല. ഞാൻ അങ്ങനെ ഒരു ആ ബുള്ളിങ് ലവ് ലെറ്റർ സാധനമൊക്കെ ഉണ്ടല്ലോ, സൈബർ ബുള്ളിങ്, അത് ഈ പറയുമ്പോഴാണ് എന്റെ മൈൻഡിലേക്ക് റീകോൾ ചെയ്യുന്നത്. അതൊക്കെ ചീറ്റിപ്പോയ സാധനമൊക്കെ ആ സമയത്ത് ലോക്ക്ഡൌണിന്റെ സമയത്തല്ലേ ചീറ്റിപ്പോയ സാധനം. ഞാൻ ഇതൊന്നും അനലൈസ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ഇന്നലെ രാത്രി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സിന്ധു കൃഷ്ണ പലർക്കും അയച്ചു കൊടുത്ത CCTV വിഷ്വലും പ്ലസ് അവരയച്ച ആ ഒരു കോൺവെർസേഷന്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിനടിയിൽ ഒരുപാട് പേര് ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ ബുള്ളിങ്, അവരുടെ ഇങ്ങനത്തെ സംസാരങ്ങളിൽ നിന്ന് ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ട് പോയിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, ഏജ് ആയതുകൊണ്ടും ഗ്രാൻഡ് പാരൻസ് ആയതുകൊണ്ടും മാത്രം എന്താ പറയുക, ഒരുതരം ലക്ഷറിയാണ് അവർക്കത്. ഈ വയസ്സായവർക്കത് ഒരുതരം ലക്ഷറി ആയിട്ട് അവർ കണ്ടിട്ട് ഇതിങ്ങോട്ട് വിളിച്ച് പല വർത്താനവും പറയുന്ന ആൾക്കാർ ഈ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതിന് ഒരു എക്സാമ്പിളിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറേ പേര് അഹാനയെ വെളുപ്പിക്കാനാണോ, എന്തിനാണ് സായി ഇപ്പം അത് പറഞ്ഞത്, അവർ അത് പേഴ്സണലി അയച്ചു കൊടുത്തതാണെങ്കിൽ സായി എന്തിനത് പുറത്ത് വിട്ടു, അങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഇതിൽ വെളുപ്പിക്കലോ അല്ലെങ്കിൽ കുളിപ്പിച്ച് കിടത്തലോ ഒന്നും അല്ല, പതപ്പിക്കലോ അല്ല. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ അഹാനയ്ക്ക് ഡെഫിനറ്റ്ലി കുറേ അധികം ഹെയ്റ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബിച്ച് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു അമ്മമ്മേനെ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നലെ വീഡിയോയിൽ എന്താ കാണിച്ചു തന്നെ, ആ വ്യക്തി അമ്മമ്മ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് അവിടെ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ചാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളെ വീട്ടിൽ ഇപ്പം ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻ്റ് ആണെങ്കിൽ പോലും ഒരു നേരം എൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശനെയോ വെച്ചിട്ട് എന്നെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എടി പൊളിയില്ലേ, നമുക്ക് ഭയങ്കരമായിട്ട് പൊളിയോ. അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണിക്കില്ല. ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ ഭ്രാന്ത് മൂത്തോ വയസ്സാങ്കാലത്ത് വട്ടുമൂത്തോ പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്ന് പോകുന്നവർ ചിലപ്പോൾ പോകും. അല്ലാത്തവർ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, തിരിച്ചു പറയും. അതായത് ഒരു മനുഷ്യന്റെ എന്താ പറയുക, ഒരു ടെമ്പർ അനുസരിച്ചിരിക്കും അതെങ്ങനെയാണ് എന്നുള്ളത്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്കറിയില്ല. എന്തുകൊണ്ട് അമ്മമ്മ ഈ പറഞ്ഞ അഹാനയ്ക്കെതിരെയും അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയ്ക്കെതിരെയും ഇങ്ങനെ സംസാരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് അത് എനിക്ക് തോന്നുന്നത് ഒരു കോൺവെർസേഷനിലും സിന്ധു കൃഷ്ണ പറഞ്ഞിട്ടില്ല ആരോടും. അതായത് ഞാൻ എന്നെ കോൺടാക്ട് ചെയ്ത 2 പേരും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മാത്രമല്ല, അനന്തുല്ലേ, അനന്തുവിന്റെ അടുത്ത് ഇവരുടെ മുൻ ഡ്രൈവർ അതോ ഇപ്പോഴല്ല, മുൻ ഡ്രൈവർ എന്നാണ് എനിക്ക് തോന്നുന്നത്, അനന്തുവിന്റെ അടുത്ത് ഒരു മാസം മുമ്പ് എങ്ങാണ്ട് വിളിച്ചിട്ട് ഈ അമ്മമ്മ ഇവരെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ചിട്ട് ക്ലിയർ കട്ടായിട്ട് വോയിസ് ഒക്കെ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, 1 ടൈം അയച്ചിട്ട്. പക്ഷെ അനന്തു അതൊന്നും സേവ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ് അനന്തു എന്നോട് പേഴ്സണലി പറഞ്ഞത്. ബട്ട് ദിസ് ഈസ് ദ സെയിം തിങ്. അതായത് ഒരു പേരക്കുട്ടീനെയും മുത്തശ്ശിനെയും വെച്ചിട്ട് അനാവശ്യം പറയാന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. അത് ഇനി ഞാൻ പറഞ്ഞല്ലോ, ആ ഏജിനെ റെസ്പെക്ട് ചെയ്യുന്നു, ആ വയസ്സ് എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ റെസ്പെക്ട് ചെയ്താലും ആ മനുഷ്യൻ പറഞ്ഞ വൃത്തികേട്, വായന്ന് വന്ന വൃത്തികേട് അല്ലാതെ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹാനയ്ക്ക് അത്രത്തോളം ഹെയ്റ്റ് വേണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ പെർസ്പെക്റ്റീവാണ്, അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വിഷയങ്ങൾ എടുക്കാം. ഓക്കെ, ആൻഡ് ഇന്നലെ ഞാൻ വീഡിയോയിൽ അധികം സംസാരിക്കാതെ പോയൊരു സാധനമാണ്, ഇങ്ങനെ ഒരു അമ്മു എല്ലാ വീട്ടിലും വേണോ, ആ ഒരു പ്രൊജക്ട് ഉണ്ടല്ലോ, ആ ഒരു സാധനം എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ അല്ലെങ്കിൽ വേണം ആ സാധനം. അത് ആക്ച്വലി ഞാൻ അതിന്റെ ഡിസ്കഷനിലാണ് ഞാൻ സ്നേഹനെ പിടിച്ചിരുന്നത്. അതിനാണ് ഞാൻ സ്നേഹനെ കൊണ്ടത്. ഇന്നലെ സിന്ധു കൃഷ്ണ പറഞ്ഞ സാധനം നമുക്കൊന്ന് കേൾക്കാം. ആൻഡ് ഇപ്പൊ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങളും ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു മോട്ടോ അതല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് അറിയാം. പക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ. ഐ എം വിത്ത് ഓൾ മൈ ചിൽഡ്രൻ.
വിത്ത് എവറിബഡി. ആൻഡ് എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ വിൽ ഓൾവേസ് ബി ദേ വിത്ത് ദ ട്രൂത്ത്. എൻ്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെൻറ്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി, വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ തിങ് വെച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് മൈൻ. ആൻഡ് എന്നെ ഇഷ്ടമുള്ളവർ, എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് ഐ വുഡന്റ് ഫോഴ്സ് എനിബഡി ടു വാച്ച്. ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടൊന്നുമില്ല സിന്ധു കൃഷ്ണ. അത്യാവശ്യം അവരോട് ചോദിച്ചവർക്കൊക്കെ അവർ റിപ്ലൈ ആയിട്ട് ഈ സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് എന്താ ഇഷ്യൂ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതെന്തായാലും പബ്ലിക് ആവും. അത് അങ്ങനത്തെ പബ്ലിക് ആവാൻ വേണ്ടി തന്നെയാണ് അയച്ചു കൊടുത്തതും അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളതും. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവർ ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ഒരു അമ്മ വേണോന്ന് ചോദിച്ചാൽ അത് എല്ലാ പാരന്റ്സിനും അവരുടെ മക്കൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ അല്ലാത്ത സിറ്റുവേഷൻസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആണ്. ഇപ്പോൾ ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാലും ഇല്ല, 100 വീട് എടുത്താൽ ചിലപ്പോൾ ഒരു 2 വീട്ടിലോ 3 വീട്ടിലോ അങ്ങനത്തെ ഒരു എന്താ പറയുക പാരൻസിന് കുട്ടികളെ ഇഷ്ടമല്ലാത്തതും കുട്ടികൾക്ക് പാരൻസിന് ഇഷ്ടമല്ലാത്തതൊക്കെ സിറ്റുവേഷൻ മേ ബി കാണുമായിരിക്കും. അല്ലാത്ത പക്ഷം എല്ലാ പാരൻസിനും കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികൾക്ക് പാരൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിലിപ്പോൾ ഞാൻ പറയാം, ഇവരുടെ മകള്, അതായത് അഹാന എസ്പെഷ്യലി, ഇവരുടെ എല്ലാ കാര്യത്തിലും ഒരു പ്രൊട്ടക്ഷൻ ഭയങ്കര കൂടുതലുള്ളൊരു വ്യക്തിയാണ്. ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് അവർ, അല്ലേ? ഞാൻ കണ്ടിട്ടുള്ളത് എപ്പോഴും അഹാന ഡെഫിനറ്റ്ലി എന്താ പറയാ ആ ഒരു സാധനം പുറത്ത് കാണിച്ചിട്ടുണ്ട്. ആരെ വിഷയം വന്നാലും എന്ത് വിഷയം വന്നാലും ഫസ്റ്റ് അവരുടെ മൗത്ത് പീസ്, ആ ഫാമിലിയുടെ മൗത്ത് പീസ് അഹാനയാണ്. അഹാനയുടെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചറും നമുക്ക് അവരുടെ വീഡിയോസിൽ നിന്നൊക്കെ ആ ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പാരൻ്റായി നാളെ, ഓക്കെ, എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി സംസാരിക്കണമെന്നും എനിക്ക് വേണ്ടി നിൽക്കണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അത് എല്ലാ പാരന്റിനും ഉള്ളതാണ്. അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തള്ളാൻ പറ്റുന്ന ഒരു ഐറ്റം ഒന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അത് ഉള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മളെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് 100,000 ന്യായീകരണങ്ങളും 100,000 എന്തുണ്ടാവും, അതിന് മാനങ്ങളും ഉണ്ടാവും. പക്ഷെ അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഉണ്ടാവണമെന്നില്ല. അഹാന കൃഷ്ണ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി സംസാരിക്കുമ്പോഴോ അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക്, അത് പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും. അവർക്ക് അവരുടെ ഫാമിലി മാത്രം, മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ ഫാമിലിനെ സംരക്ഷിക്കും മാത്രമേ ഉള്ളൂ. അത് മറ്റേ സെൽഫിഷ് സാധനം ദൃശ്യത്തിലെ ജോർജ് കുട്ടി പോലെ അയാളുടെ ഫാമിലിക്ക് ഇപ്പൊ ദൃശ്യം സിനിമ എന്താ എടുത്ത് നോക്കിയാൽ മതിയില്ല. ഇപ്പൊ ജോർജ് കുട്ടി ചെയ്ത അത്ര നല്ല കാര്യമൊന്നുമില്ലല്ലോ. ഒരു ക്രൈം ചെയ്തിട്ട് അത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ള ഒരു പരിപാടി. ഓക്കെ, എന്തിനു വേണ്ടി വന്ന ആളാണെങ്കിൽ ഒരു ക്രൈം ഈസ് എ ക്രൈം, സിസ്റ്റത്തിനെ വെല്ലുവിളിക്കുന്ന പോലെ. അതുപോലെ ഏത് എക്സ്ട്രീം വരെയും പോകാനുള്ള ഒരാള് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ പാരന്റ്സ് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാനും മക്കളെ കാണും. അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ സിറ്റുവേഷനും അല്ലെങ്കിൽ ആ അവരുടെ ഫാമിലിയുടെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ വളർന്നതാവും വളർത്തിയതാവും മെച്ചൂർഡാണ്, ചെറുപ്പം മുതലേ മെച്ചൂരിറ്റി കാണിക്കുന്നുണ്ടാവും. മെച്ചൂരിറ്റി എന്നുള്ളതിനുപരി എനിക്ക് എന്താ അറിയാ തോന്നിയിട്ടുള്ളത് പലപ്പോഴായിട്ട്, ഈ എല്ലാവർക്കും നമുക്കൊക്കെ കിട്ടുന്ന പോലെ തന്നെ അമ്മയിൽ നിന്നൊരു ഒരു 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 എന്താ പറയാ മോൾഡിങ് ഉണ്ടല്ലോ. അമ്മമാരും അച്ഛന്മാരും തരുന്ന ഒരു മോൾഡിങ് ഉണ്ട്. ആ മോൾഡിങ് എനിക്കിവിടെ തോന്നുന്നത് അമ്മയിൽ നിന്നുള്ള മോൾഡിങ് ആണ് ഒരു പക്ഷേ അഹാനും ദിയൊക്കെ കിട്ടിയിട്ടുള്ളത്. കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ഫാദറിൽ നിന്നുള്ള മോൾഡിങ് മേ ബി പോയിട്ടുള്ള ഇഷാനിക്കാണ് തോന്നുന്നത് കുറച്ചും കൂടി. അവരാണ് അങ്ങനെ എന്താ പറയുക, കൃഷ്ണകുമാറിനെ പോലെ തന്നെ കുറച്ചും കൂടി ഒരു സൈലന്റ് ഫേസ് ആയിട്ടാണ് എപ്പോഴും റിയൽ ലൈഫിൽ കണ്ടുള്ള. റിയൽ ലൈഫ് നമുക്ക് അറിയാൻ റീലാണ് കാണുന്നത്. കാരണം അവർ കാണിക്കുന്നു, നമ്മൾ കാണുന്നു, സ്നേഹം പോലുള്ളവർ അനലൈസ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ട സാധനങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ആ സമയത്തൊക്കെ അത് ഭയങ്കര സാധനമായിരുന്നു. ഞങ്ങൾ എന്തിനാണ് ഞാൻ ഈ സ്നേഹിയും കൂടി ഇതിനെ കുറിച്ച് സംസാരിച്ചെന്നുണ്ടല്ലോ, ഈ ലവ് ലെറ്റർ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ എല്ലാ വീട്ടിലും അമ്മ വേണമെന്ന് ചോദിക്കും. ആ വീട്ടിൽ മാത്രം മതി അമ്മ. അല്ല, എന്താ ചെയ്യാം, എല്ലാ വീട്ടിലും അമ്മ ആണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ കുട്ടികളെ നോക്കി വളർത്തുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ കാര്യത്തിൽ നമ്മൾ സെൽഫിഷ് ആവുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളെ സെൽഫിഷ്നെസ് കൊണ്ടോ നമ്മൾ നമ്മളെ മക്കൾക്കോ നമ്മക്കോ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊണ്ടോ വേറൊരാൾക്ക് ട്രോമ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വീട്ടിലും അമ്മയൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആ അമ്മയും നാട്ടിൽ ബാക്കിയുള്ളവർക്ക് എന്താ വരുത്, ഒരു ട്രോമ കൊടുക്കുന്ന ആൾക്കാരായിട്ട് മാറാൻ പാടില്ല. ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ വീട്ടിലെ അമ്മ അവിടെ തന്നെ മതി തന്നെ എനിക്ക് തോന്നിയത്. അമ്മയാണെങ്കിലും അമ്മയാണെങ്കിലൊക്കെ അവിടെ തന്നെ, ആ വീട്ടിലെ അമ്മയൊക്കെ അവിടെ തന്നെ മതി, വേറെ വീട്ടിലേക്കൊന്നും പോകണ്ട. കാരണം എന്താ പറയുക, ഇതിപ്പോ ഈ അമ്മ ഡിസ്കഷൻ വരാൻ കാരണം, ഈ പഴയ വീഡിയോയിലേക്കൊക്കെ പോകാൻ കാരണം എന്താ വെച്ചാൽ ഒരു കമന്റ് ഉണ്ട്, ഇതൊന്ന് വായിച്ചേ, ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ലേറ്റർ ഓൺ, പക്ഷെ ഈ കമന്റ്
നിങ്ങൾ കേക്ക്. ആന്റി, ഐ ഫീൽ ബാഡ് ഫോർ യു. പക്ഷേ ഇത് ആണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിങ് ഇഷ്യൂസ് ഓർമ്മയുണ്ടോ? അതിലെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വിക്ടിമാണ് ഞാൻ. എൻ്റെ മെന്റൽ ഹെൽത്ത്, കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെയും അഹങ്കാരം കാരണം, മകളെന്ന് മാത്രം പറഞ്ഞോളൂ, നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് ജീവിച്ചു തീർക്കേണ്ട കുറേ ഇയേഴ്സ് പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റന്റ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആവറേജ് ഡാൻസേഴ്സായ മക്കൾക്ക് ഡാൻസിലെ സെൻറ്റർ സ്റ്റേജ് നിങ്ങൾ പിടിച്ചു വാങ്ങിയപ്പോൾ സ്വന്തം കഴിവിന് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ കുറച്ച് പേരുണ്ട്. പാസീവ് ബോഡി ഷേമിംഗ്, സ്കിൻ ടോണിനെ പറ്റിയുള്ള കമൻറ്റ്സ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പാസിംഗ് ജോക്കായിരിക്കും. എത്ര ഇൻസെൻസിറ്റീവ് ആണ് ഇതൊക്കെ എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്നേ പറയാനുള്ളൂ, കർമ്മ ഈസ് എ ബൂമറാങ്. അല്ല, ഈ കർമ്മ ബൂമറാങ് എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഇവർ ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനതിന്റെ ഒരു വിക്ടിമാണ് വരുന്നത്. ഞാനും പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്റെ പല്ലിനെ കുറിച്ച് കുറെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ. അതല്ല ഞാൻ പറഞ്ഞേ, ബോഡി ഷേമിങ്ങിന്റെ ഇവരുടെ കേസില് ഇവരുടെ ബോഡി ഷേമിംഗ് സ്നേഹന പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഐ വിക്ടിം. കാരണം ആ കണ്ടന്റ് നിങ്ങൾ കണ്ടതാണ്. ദിയാകൃഷ്ണ വന്നിട്ട് എനിക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഇവൻ കുള്ളനാണോ എന്നുള്ള ഒരു കമന്റ് ഇട്ടപ്പോ ഒരു സ്മൈൽ ഇട്ട് പോയി. പിന്നെ ലേറ്റർ ഓൺ ദിയാകൃഷ്ണ തന്നെ വന്നിട്ട് എനിക്ക് കുറെ മെസ്സേജ് ഒക്കെ അയച്ച് അത് പിന്നെ അങ്ങനെ പോയി ആ സാധനം. അത് ഇല്ലാതെ ഇത് കമന്റ് ഇട്ടപ്പോ എനിക്കത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് ഞാനിത് പേഴ്സണലി അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. മനസ്സിലായില്ലേ? അപ്പൊ അത് എത്ര പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞിട്ടും എത്ര മറ്റേ എന്താ പറയാ ഹൈഫൈ ലൈഫ് സ്റ്റൈൽ ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതാണ് അത് ഒരു വേറെ സാധനം ഉണ്ട്, അതുണ്ടാവണം, അത്രേ ഉള്ളൂ. ഒരു കർമ്മയാണത്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ കർമ്മ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എനിക്ക് പറയണമെന്നുണ്ട്, വാക്ക് പറയാൻ പറ്റാത്തോണ്ടാണ്. എനിക്കറിയാം ഈ വരയ്ക്കാ അപ്പുറന്നുള്ളത്. ഈ വായിക്ക് സാധനം വായിക്കും. നിങ്ങളുടെ പങ്കച്ചം എലിറ്റിസ്റ്റ് മെന്റാലിറ്റി ഒക്കെ തിരിച്ചടിക്കും, നോക്കിക്കോ. കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ് ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ഹംബിൾ ആൻഡ് റിയാലിറ്റിയിലാണ് ഊന്നി ജീവിക്കുക. അഹാന ബാഷിംഗ് ഹെർ ഓൺ കസിൻ യൂസിംഗ് എ മേജർ ലൈഫ് ട്രോമ വിച്ച് വാസ് ലൈഫ് ചേഞ്ചിങ് ഫോർ ഹർ ആൻഡ് എക്സ്പെക്ടിംഗ് പബ്ലിക് സപ്പോർട്ട് ഫോർ ഇറ്റ് ഈസ് ഡെലൂഷണൽ. അതിന് വേണ്ടി ഒന്നും തൻവി ചെയ്തിട്ടില്ല. ദിസ് ഇറ്റ് സെൽഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗസ് ഇൻസെൻസിറ്റീവ് ആൻഡ് ഡെലുലു യു ആർ. അമൂമ ഈസ് ടോക്സിക് ബട്ട് ദ മൊമെന്റ് അഹാന ഡിസൈഡഡ് ടു അബ്യൂസ് ഹർ back and withdraw all support. അതിപ്പോൾ ഹാന സ്ലെപ്റ്റ് വിത്ത് അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പോലും യു ബിക്കം ദ സെയിം ഈവിൽ ദാറ്റ് അമ്മൂമ്മ ഈസ്. യു ഷുഡ് ഗിവ് ഹർ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ഫോർ യുവർ സെൽഫ്. അതെങ്ങനെ? പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെയും ആക്ട്രസ് ആകാൻ നടന്നു. അവർക്കും എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കികൾ അല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ട്. അടുത്ത പേജ് ഇങ്ങനെ കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ അതൊന്നും ഇല്ലാതെ പോയി. മെന്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ ആരോട് പറയാൻ? ഓക്കെ, ഇത് വളരെ ക്ലിയർ ആണ്. ഈ സ്കൂൾ കാലഘട്ടം ഇത് പണ്ട് കുറച്ചു കാലം മുന്നേ ഈ സംഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മ ഉണ്ട്. ഇവര് അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. അതറിയോ? അവര് പേഴ്സണലി വിളിച്ച് സോർട്ട് ചെയ്തിട്ടുണ്ട്. സോറി പറയണ എല്ലാവരും സോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നോടും ഈ പറഞ്ഞ ബോഡി ഷേമിങ്ങിന്റെ സീനില് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അഹാനല്ല ദിയാകൃഷ്ണ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, വർത്താനം പറയുന്നു. പിന്നെ പെട്ടെന്ന് ഒരു നന്നായി ബ്ലോക്ക് ചെയ്ത് പോയത്. എന്താ പറയാ, അങ്ങനെ അവർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെന്തൊക്കെയോ ഏതോ ലോകത്താ ജീവിക്കണത്. ഇതൊന്നും എനിക്ക് തോന്നുന്നു അവരെന്തോ ആണ് സംഭവം. ഈ എലൈറ്റ് ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും എന്താ വലിയ സംഭവമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ വിചാരിച്ചുള്ള ചിന്തകളാണ്. അപ്പൊ അവര് ഞാൻ എന്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ബാംഗ്ലൂർ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ഭയങ്കര ഹൈഫൈ പൊസിഷനിൽ ഇരിക്കുന്ന, മാനേജർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പ്രോഗ്രസീവായ സ്നേഹം എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ വെറും കൂറയാണ്. കൂറ എന്നൊക്കെ പറഞ്ഞാൽ ലോ കൂറ. ഇവള് വന്നിട്ട് ഇതേപോലെ ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ മിനിറ്റിൽ പൊളിയും. അതേപോലെ തന്നെ അവരും പൊളിയുന്നത്. അതൊന്നുമില്ല. ലുക്കും ഡ്രസ്സിങ്ങും ഇവളെ വർക്കും ഇവളെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. കൂറയാണ്. പക്ഷെ ഞാൻ സ്വഭാവം പുറത്തെടുക്കില്ല. കാരണം ഞാൻ റിയൽ തന്നെയാണ്. ഞാൻ റീലില് ഞാൻ ഒന്നും ചെയ്യണില്ലല്ലോ. അതുപോലെ അതെന്താ ഈ ഒരു ഫേക്കും ഫേക്കോളും ഏതുകൊണ്ട് എനിക്ക് അവരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എന്നെ അവിടെ കൊണ്ടുവന്നിരുത്തി. മനസ്സിലായി? ഈ തമ്മിൽ ഒരേപോലെയുള്ള ആൾക്കാരെയാണ് സെറ്റ് ആവുള്ളൂ. അവരെ മനസ്സിലാക്കണമെങ്കിൽ അന്നെ കൊണ്ടുവന്ന് ഇരുത്തിയാലേ ഇവരുടെ ഒരു വെയ്വ് കറക്റ്റ് ആവുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ ഒരേ വെയ്വ് ലെങ്തിലുള്ള ആൾക്കാരാ.
അപ്പൊ ആ വേവ് ലെങ്തിലുള്ള ആൾക്കാരായതുകൊണ്ട് അന്നെ അവിടെ പിടിച്ചിരുത്തി നിന്നതിനാ. കാരണം ഇവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവർ അതേ വേവ് ലെങ്തിലുള്ള ആളെ പിടിച്ചിരുത്തണ്ടേ. ഞാൻ ആ വേവ് ലെങ്ത് ഞാൻ നല്ല ഡിഫറെന്റ് ആണ്. ഞാൻ അവരെ ഒരു ഡിഫറൻറ്റും ഇല്ല, മനസ്സിലായോ? അതും ഈ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ നല്ല ഡിഫറെന്റ് ആണ്. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എന്റെ വീട്ടുകാരെന്താ? എന്താവോ കൃഷ്ണനിവാസ്, കൃഷ്ണ അതാണ്. വല്ല മാറ്റം ഉണ്ടോ? കൃഷ്ണകുമാർ ഫാമിലി, കൃഷ്ണനിവാസ്, സ്നേഹ ഒരേപോലെയാണ്. ഞാനത് ഇത് സൈബർ ബുള്ളിങ് ഇപ്പൊ ഈ കമന്റ് ഞാൻ പറഞ്ഞ ആ ലവ് ലെറ്റർ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ സാധനം വന്ന സമയത്ത് തന്നെ അതിന്റെ കമന്റ് ബോക്സിൽ ഇതുണ്ടാവാൻ സാധ്യത ഒരു സംഭവം അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് മുന്നേ ഉണ്ടായത് ഞാൻ പറഞ്ഞത്. അതിന് മുന്നേ ഈ ലോക്ക്ഡൌണിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് എങ്ങാണ്ട് ഇവര് സ്റ്റോറി ഇട്ടു. ഓക്കെ, അതായത് ഈ ലോക്ക്ഡൌൺ എന്നുള്ളത് വേറെ എന്തോ ഒരു സാധനം കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇട്ട് അതിനൊരാൾ ഒരു റിപ്ലൈ ഇട്ടു, ഒരു ചോദ്യം ചോദിച്ചു തിരിച്ച്. ആ ചോദ്യത്തിന്റെ മുകളിൽ നിന്ന് അയാളുടെ റിപ്ലൈന്റെ കുറെ പോർഷൻസ് ബ്ലർ ചെയ്ത് വെച്ചിട്ട് അടിയുടെ കുറച്ച് ഭാഗം മാത്രം കാണിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എഗെയിൻ ഒരു സ്റ്റോറി വരിട്ടു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം വന്നത്. ഈ സൈബർ ബുള്ളിങ് ഇടാൻ തന്നെ ഒരു കുറെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഇട്ടത്. വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാവും ചിലപ്പോൾ ഇട്ടുണ്ടാവും. പക്ഷെ അത് ചീറ്റിപ്പോയ കണ്ടന്റ് ആയിരുന്നു. കാരണം അതിന് ഫുള്ള് നെഗറ്റീവ് ആവുന്നുണ്ട്. കാരണം നെഗറ്റീവ് വരാൻ കാരണം അന്ന് അതിന്റെ കമന്റ് ബോക്സിൽ അടക്കം ഇപ്പോഴും ഞാൻ പോയിട്ട് കൊടുന്നൊരു കമന്റ് നമ്മുടെ സൈഡിൽ വെക്കാം. ഇവര് വേറെ കുറെ ആൾക്കാരോട് പറഞ്ഞതും അല്ലെങ്കിൽ ഇവര് പേഴ്സണൽ ലൈഫിൽ ചെയ്തും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന ട്രോമയും ബുള്ളിങ്ങും ഒക്കെ അന്നും എന്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ബാക്കിയാണ് ഇപ്പൊ ഈ കുട്ടി. അല്ല, ഇതന്നെ പറഞ്ഞു, ഈ സംഭവം തന്നെയാണ് ഞാൻ അന്ന് വായിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡാൻസ് കളിക്കുമ്പോ നല്ല കളിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇവരെല്ലാരും മാറ്റിയിട്ട് ഇവരുടെ മക്കളെ മാത്രം നടുവിൽ നിർത്തിയിട്ട് സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കാൻ വേണ്ടിട്ട് ഡാൻസ് കളിക്കും. അത് പക്ഷെ അത് ചെയ്യാൻ പാടും. എനിക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രൊമോട്ട് ഞാൻ എന്റെ മകളെ കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ മക്കളെ വളർത്തുന്ന രീതിയിലുണ്ടാവും. അങ്ങനെ അത് വിചാരിച്ചിട്ട് നമ്മളെ എല്ലാവരും ട്രോമ കൊടുക്കും. പൊക്കി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള മക്കളെ അതാക്കാൻ പാടില്ലല്ലോ. പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. അതായത് എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം അല്ലെങ്കിൽ വേണോ എന്നുള്ള ചോദ്യത്തിന് ഇതാണ് അതിന്റെ ഉത്തരം. അതായത് അമ്മു ആണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ആരും ഉപദ്രവിക്കാതെ പോവാണെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും അമ്മു അമ്മയൊക്കെ നല്ലതാണ്. അതായത് നല്ലൊരു ഹ്യൂമൻ ബീങ്, നല്ല മനുഷ്യത്വമുള്ള, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ അവനവന്റെ നല്ല കാര്യങ്ങൾ നോക്കി അടുത്ത് പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാ വീട്ടിലും ഒരാൾ വേണം. പക്ഷെ അത് അമ്മു വേണമെന്നൊന്നും ഞാൻ പറയില്ല. അമ്മു ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ അമ്മൂമ്മയാണെങ്കിലും ഒക്കെ നമ്മളൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ പോയാൽ നമുക്ക് വലിയ സീൻ വിഷമിപ്പിക്കാതിരിക്കുക. ഇത് നമ്മള് നാലാളെ വാക്കുകൊണ്ടും വിഷമിപ്പിക്കും, പ്രവൃത്തി കൊണ്ടും വിഷമിപ്പിക്കും, നോട്ടം കൊണ്ടും വിഷമിപ്പിക്കും. ഇപ്പോഴും ഒരു കമന്റ് ഓർമ്മയുണ്ട്. മറ്റേ ഇവര് എന്താ ബസ് കയറുമ്പോ, സ്കൂൾ ബസ്സിൽ കയറുമ്പോ ബാക്കിയുള്ളവരെ ബോഡി ഷെയിം ചെയ്യണതും ബാക്കി കളിയാക്കണതും അങ്ങനെ എന്തൊക്കെയുണ്ട്. പിന്നെ സ്കൂളിൽ എന്താ പ്രശ്നം ഉണ്ടാവും, ബഹാനിയാണ് കയറി ഇറങ്ങിയിട്ട് പ്രിൻസിപ്പാളോടും ടീച്ചർമാരോടും പോയി ചോദ്യം ചെയ്തത്. അങ്ങനെ എന്തൊക്കെയാ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് ഇവർക്ക് അമ്മു വേണം. അമ്മയ്ക്ക് ഞാൻ ഒറ്റ സിമ്പിൾ ഒരു ചോദ്യം. സിന്ധു കൃഷ്ണ പറയുന്നു അവർക്ക് അമ്മു വേണം, അത് അഹാന വേണം. സിന്ധു കൃഷ്ണയുടെ അമ്മ ഒരു നേരം വിചാരിക്കുകയാണ് ഇവള് എനിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ആ അമ്മൂമ്മ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതുപോലൊരു അമ്മു ആയി വരണ്ടിയിരുന്നു സിന്ധു കൃഷ്ണ, ആയില്ല. അപ്പൊ അതിന്റെ ദേഷ്യം ചിലപ്പോൾ അമ്മയ്ക്ക് ആരോട് കാണും, സിന്ധു കൃഷ്ണനോട് കാണും. മനസ്സിലായോ? പിന്നെ ഇവരുടെ അമ്മമ്മേനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുന്ന സാഹചര്യം, വളർത്തുന്ന രീതിയൊക്കെ വ്യത്യാസമല്ല. ഇവര് ഇതെന്താ പറയാ, ഇത് ഈ വയസ്സായവരുടെ നേച്ചർ ഇതാണ്. അവര് വായ തോന്നിയതൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് അവര് വയസ്സാണെന്ന് പറഞ്ഞ സാധനത്തിന് മുകളിൽ പോയി ഒളിച്ചിരിക്കും. ഓക്കെ, അതെല്ലാം സഹിക്കണം എന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഈ അമ്മമ്മയുടെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഭയങ്കര സീനാണ്. ആ അമ്മമ്മ അവരുടെ വീഡിയോ കണ്ടാലും അല്ലെങ്കിൽ അവരുടെ ഈ സംസാരം കേട്ടോടുകൂടി നമുക്ക് അനന്തു അന്ന് ഈ അമ്മമ്മയുടെ വോയിസ് കേട്ടു എന്ന് പറഞ്ഞു, ഇഫ് ഐ എം നോട്ട് റോങ്. ഇനിയിപ്പോൾ അന്ന് വീഡിയോ ഇട്ട് പറയുന്നുണ്ടാവും അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട്. വാട്ട് എവർ, ഞാൻ പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ ഇതൊരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്യാവുന്നുണ്ട് ഇവര്. ഈ ജീൻ ഇങ്ങനെ ഒന്നൊന്നെങ്കിൽ പോവാന്ന് പറഞ്ഞ പോലെ. അതായത് ആരും മാറുന്നില്ല, എല്ലാരും മാറുന്നു എന്നുള്ള പ്രിറ്റൻഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ട് നമ്മളുള്ള സൊസൈറ്റിയിലുള്ള ഇടപഴകലും നമ്മുടെ എൻവയോൺമെന്റും കാരണം നമ്മളൊന്നുകൂടി ബെറ്റർ ആവാൻ ശ്രമിക്കും. നമ്മൾ ബെറ്റർ ആവണല്ലോ ലൈഫിൽ, ബെറ്റർ ആയിട്ടേ കാര്യമുള്ളൂ. അങ്ങനത്തെ ഒരു ബെറ്റർ സാധനം കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീട്ടിലും അമ്മു എന്നുള്ള പ്രോജക്റ്റ് എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീട്ടിലും അവരുടെ അമ്മയും അമ്മമ്മയും അമ്മു അച്ഛനും അമ്മയൊക്കെ ആ വീട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാത്ത സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ അമ്മു വേണോ അല്ലെങ്കിൽ അമ്മമ്മ വേണോ അമ്മ വേണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ ബേസിക്സ് ആണ് എന്താ വെച്ചെങ്കിൽ നിങ്ങളുടെയൊക്കെ ലൈഫ് ഭയങ്കര സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആണ്. നിങ്ങൾ തന്നെ എക്സ്പോസ്ഡ് ആക്കണം. നമ്മളാണെങ്കിൽ പോലും ഒരു പരിധി വരെ നമ്മളിതൊക്കെ എക്സ്പോസ്ഡ് ആണ്. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളൊരു കാര്യം പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും 100 വട്ടം ചിന്തിക്കുക എന്നുള്ളതൊരു
അതാണ് മെയിൻ ബേസിക് ഐറ്റം ആണ്. അത് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. മറ്റ് കസിന്റെ വീഡിയോ വന്നതിന് ശേഷം അഹാന പറയുന്നുണ്ട്, എന്റെ അച്ഛൻ പറഞ്ഞു ഇടരുത് സൈലന്റ് ആണ് ഏറ്റവും നല്ലത് പറഞ്ഞിട്ട് അവർ പറയാ, ഞാൻ അത് നോക്കിയില്ല, എന്റെ അമ്മയും ഞാനും കൂടി തീരുമാനിച്ചു വീഡിയോ ഇടാന്ന് പറഞ്ഞു. ഈ കസിന്റെ ഭാഗത്തുണ്ട്. ഞാൻ വേറെ സ്ക്രീൻഷോട്ട് ഇടാക്കി. ഈ തൻവിയാണെന്നുണ്ടെങ്കിലും ഈ തൻവി രസമാണ്. തൻവി വേറെ കഥയാണ്. കാരണം തൻവിന്റെ സ്ക്രീൻഷോട്ട് കണ്ടപ്പോ ഇന്നലെ ഏറെക്കുറെ മനസ്സിലായി. അതായത് അമ്മമ്മ ചെയ്ത കാര്യങ്ങൾ ഇവര് തൻവിനോട് പറയുമ്പോ അമ്മമ്മ ഇത്രത്തോളം ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ അങ്ങനെ തൻവി ഇവരോട് സംസാരിച്ച വേറൊരു സൈഡ് ഇങ്ങനെ വേറെ ഇങ്ങോട്ട് തിരിഞ്ഞത്. ഞാൻ ആകെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഞാൻ പറഞ്ഞു ഇവര് പ്രിറ്റൻഡിങ് വാട്ട് ഭയങ്കര ഒരു ഹൈ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന അങ്ങനത്തെ എന്താ പറയാ ബോധിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആംബിയൻസ് വ്ളോഗിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസിക്കലി ഇവരെ വീട്ടിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 10-20 വർഷം മുമ്പ് ഒരു സാധാരണ മലയാളി ഫാമിലിയിൽ എങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് എഡ്യൂക്കേഷൻ കമ്മിയുള്ള കുറച്ച് ലോകവിവരവും ഇതൊക്കെ കുറവുള്ള ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന രീതിയിലുള്ള അടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല കൃഷ്ണകുമാർ മാത്രമാണ് ലോകം കണ്ടൊരു മനുഷ്യൻ തോന്നുന്നത്. അല്ല കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അയാൾ മാത്രമാണ് ഒരു ലോകം എന്തൊക്കെ സോഷ്യൽ മീഡിയ എന്തൊക്കെ ഫാന്റസി ലോകത്തിലോ എന്തൊക്കെയാണെന്നാണ് അവര് വിചാരം. എന്താ പറയാ ഭയങ്കര ഞങ്ങൾ ഹൈ ആണ്, ഞാൻ എല്ലാരും ലിവിങ് സ്റ്റൈല് ഞാൻ കാണിക്കുന്നതും അങ്ങനെ കാണിക്കണം, ചെയ്യണം, പ്രോഗ്രസീവ് കാണിക്കണം. എനിക്ക് തോന്നുന്നു ആ വീട്ടിനകത്ത് തന്നെ കേക്കാണ് അങ്ങനെ ഉള്ളത്. കാരണം അയാൾ ലോകം കണ്ടിട്ട് നാട് കണ്ടിട്ട് സത്യം മൂപ്പരാണ് നല്ലൊരു മനുഷ്യൻ. ഈ വിഷയമൊക്കെ അവസാനിക്കണേ അയാളൊന്നും സംസാരിക്കണം. കാരണം അങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അയാളെ രാഷ്ട്രീയം അത് എങ്ങനെയാ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും അയാൾ പറയുന്നതിൽ കുറച്ചും കൂടി ഒരു എന്തെങ്കിലും കേൾക്കുന്നുണ്ടാവും ആൾക്കാർ കേൾക്കാൻ റെഡിയാവും കൃഷ്ണകുമാറിന്. മനസ്സിലായി? അയാൾ വേറെ പോയിട്ടുണ്ട് പല കാര്യങ്ങളും, ബട്ട് സ്റ്റിൽ അതും അയാൾ ക്ലാരിഫൈ ചെയ്യുന്നതിലും എന്തുണ്ട് അയാൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കുഴി കുത്തി മറ്റേ കഞ്ഞി വിഷയത്തിലൊക്കെ അയാൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് സംസാരിക്കുന്നതിൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഇത് ഈ അതെങ്ങനെയാണ് ഞാൻ പറയുന്നത് ശരിയാണ്, വ്യത്യാസം ഞാൻ പറയുന്നതല്ല. ആണുങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളോ ആണിന്റെ വിഷയമാണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾ പറയുന്നതിൽ കുറച്ചും കൂടി ഒന്ന് തിങ്ക് ചെയ്ത് പറയും തോന്നുന്നു. ഈ സ്ത്രീകൾ തമ്മിലുള്ള വിഷയം കുറച്ചും കൂടി ഒന്ന് ഉണ്ട്. അതില്ലാത്ത എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി മാത്രമല്ല, ബട്ട് സ്ത്രീകൾ തമ്മിലുള്ള ഫൈറ്റിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് അറിയോ, ആണുങ്ങൾ എവിടെയെങ്കിലും ഒരു ഈഗോ അല്ലെങ്കിൽ ആ ഒരു സാധനം തമ്മിലുള്ള ഒരു ഇത് മെൻ വിൽ ബി മെൻ എന്ന് പറയില്ല, എവിടെയെങ്കിലും ഒക്കെ ഡ്രോപ്പ് ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന് കൈ കൊടുത്ത് മറന്ന് വീട് അളിയാന്ന് പറഞ്ഞിട്ട് പോവും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള എന്താ പറയുക, ഇത് സ്ത്രീകളെ മോശം പറയുന്നോ കുറ്റം പറയുന്നതോ അല്ല, സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ പറയുക വർഷങ്ങളോളം വേണമെങ്കിൽ മരണം വരെ എന്താ പറയുക ഒരു സ്ത്രീ വേറൊരു സ്ത്രീനെ മറ്റേ പക വെച്ച് നടക്കും. ഒരു സ്ത്രീനെ വേറെ സ്ത്രീ അല്ലെങ്കിലും വേറെ ആണുങ്ങളാണെങ്കിലും ചെയ്യും. കാരണം സ്ത്രീയോട് എക്സാമ്പിൾ ഞാൻ ഉള്ളിലെ കുറെ കൊണ്ടിറക്കും. ആ സത്യം ഇവളെങ്ങനെയാ, ഞാൻ ഉള്ളിലെ കുറെ കൊണ്ടിറക്കും, ഭയങ്കര കൊണ്ടിറക്കും. അല്ല ഒന്നാമത് ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ സ്കോർപ്പിയോ ആണ്. എനിക്ക് സ്കോർപ്പിയോ നാടിന്റെ മനസ്സിലായോ, നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ പറഞ്ഞേ എല്ലാരും വീട്ടിൽ ഒരു ആഹാരം ഉണ്ടാവും. എനിക്കും കിട്ടിയ ഒരു ആഹാരമല്ല അമ്മു ഇതാണ് ഇതിനാണ് നമ്മളെ വിളിച്ചിരുത്തിയത്. ഇറങ്ങി പൊടി ഇടുന്ന അന്ന് ഞാൻ ഇതന്നെ അമ്മുവിന്റെ സ്വഭാവം പറഞ്ഞ കണക്ക്. ഞാൻ ഇപ്പോഴോട് 1000 വട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരാളോട് പക വെച്ച് നടക്കരുത്, ഒരാളോട് വിദ്വേഷം വെച്ച് നടക്കരുത്, ഒരാളോട് അങ്ങനെ തോന്നിക്കഴിഞ്ഞാലും ടൈം വിൽ ഹീൽ. സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹീൽ ഇവക്ക് ഹീലാവില്ല. അതന്നെയല്ലേ ഇപ്പൊ അമ്മുവിന്റെ അടുത്തും പറ്റിയത്. അതിനല്ലേ അവിടെ നടക്കുന്നത്. ആള് പകയാണ് തീർത്താ തീരാത്ത പക. ഞാൻ എന്താ പറയാ, സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അവിടെ പകയുടെ കാര്യം പറയുന്നില്ലല്ലോ, അവിടെ എന്താ പകുള്ളത്? അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് ഏത് സമയത്ത് നടന്നാന്ന് നമുക്കറിയില്ല, ഒരു ടൈം ഫ്രെയിം നമുക്കില്ല. കൊറേ കാലമായിട്ട് എനിക്ക് എന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, എനിക്ക് ഒരാൾ ദേഷ്യം തോന്നി ചിലപ്പോൾ ഞാൻ കുറെ കാലം കൊണ്ടുപോകും. എന്റെ വീട്ടിലെ അമ്മുവാണ്, എന്റെ അമ്മയ്ക്ക് എന്റെ അമ്മൂനെ വേണം. അതന്നെ ഓളെ വീട്ടിലെ അമ്മുവാണ്. വാക്കൊന്നും നിർത്തും, ഞാൻ സ്നേഹം അത് മതി. അതെ 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 കൃഷ്ണവാസല്ലേ. ഓക്കെ ഗൈസ്, അപ്പോ അതാണ് സംഗതി. ഈ വിഷയങ്ങളൊക്കെ ഇതിന് ഇനി ഒരു ക്ലാരിറ്റിയോ ഒരു സാധനമോ ഇവരാരും തരുന്നു എനിക്ക് തോന്നുന്നില്ല. ബെറ്റർ ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാർ സംസാരിക്കുക. പറയാതിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഇങ്ങനെ പിന്നെയും വഷളായി ഇങ്ങനെ ഞാൻ ഇതൊക്കെ പുറത്ത് റാൻഡം ആയിട്ട് ആൾക്കാരെ അടുത്ത് കൊടുക്കും തന്നെ അവർക്ക് പുറത്ത് വരണം എന്നുള്ളതുകൊണ്ടാണ്.
പുറത്ത് വന്നു. കറക്റ്റ് പോയിന്റ്. ഇതൊക്കെ സത്യം തന്നെ ഇല്ല അത് വന്നതൊക്കെ ശരിക്കും പറഞ്ഞാല് അതൊന്നും ഫേക്ക് അല്ലല്ലോ. ഇല്ലെങ്കിൽ അവരുകൊണ്ട് കേസ് കൊടുത്തോട്ടെ. അല്ല ഈ ചാറ്റ് കറക്റ്റ് ഡീറ്റെയിൽസ് ഇത് ഇങ്ങനെയാണ് സംഭവം അങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് കൊടുക്കണ്ടല്ലോ. അത് ഒരാളടുത്തല്ല, ഒരാളടുത്തും അല്ല. അതൊക്കെ ഇതിനെ കുറിച്ചൊക്കെ റെഡിറ്റിലൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അതൊന്നും ശരിക്കും നോക്കിയാൽ മതി. കുറെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ ആൾക്കാർ വന്ന് കമന്റ് ഉണ്ടാണ് എന്തൊക്കെയോ കുറെ സംഭവങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, ഞങ്ങൾ നിർത്താണ്. ഇവിടെ ഇല്ലെങ്കിൽ എന്താ അറിയോ, ഈ കാറിലും എന്റെ ജീവിതത്തിലും എനിക്കൊരു അമ്മുവിനെ ഈ അമ്മു വാക്ക് നിർത്തുവോ? അല്ല ഈ അങ്ങനെ സ്നേഹമാണെങ്കിലുണ്ടല്ലോ, സ്നേഹമായിട്ടിരുന്നാ മതി. സ്നേഹമായിട്ട് ഞാൻ സ്നേഹം തന്നെയാണ്, ഞാൻ വേറെ ആരും അല്ല. എന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, മനസ്സിലായല്ലോ. എന്റെ പറ്റ സ്വഭാവമാണ്. മൈക്കൂരി ഒന്ന് പോ കേട്ടോ. കട്ടാക്ക്.